ഇവരുടെ ബ്രേക്കുണ്ട്, ലഞ്ച് ബ്രേക്കുണ്ട്. ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണ് അയാൾ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി. ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു. കയ്യിലൊരു കത്തി, സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്നു. 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. നേരെ ഇറങ്ങി പോയി. ഇത്രയാണ്. ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ്. കേസ് പിടിക്കാൻ പറ്റും. 3 ബണ്ടിൽ 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം 15 ലക്ഷം രൂപയാണ് പോയത്. ബാങ്ക് ജീവനക്കാരെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്. ആളിനെക്കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട്. അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഹിന്ദിക്കാരനാകാൻ സാധ്യത. നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട്. കേസ് ഡിറ്റക്ട് ചെയ്യും. ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. ഈ 45 ലക്ഷം ഉണ്ടായിട്ടും അതിൽ 15 ലക്ഷം മാത്രം കവർന്നത് എന്ത് സൂചന നൽകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ആ പറഞ്ഞതാണ് സൂചന. അതെന്താണെന്ന് കൂടുതൽ പ്രോബ് ചെയ്യണം. അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ. പോലീസിന്റെ ആത്മവിശ്വാസം പ്രതിയെ പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ആ ക്രൂഷ്യലായ സൂചനയാണ്. 100% പ്രതിയെ പിടിക്കും. ഇത്രേ പറയാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റി ബാങ്കിലില്ല, സെക്യൂരിറ്റി ഇല്ല. താങ്ക് യു. ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ തന്നെ ആ പരിശോധനയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയും അവിടെ ഉണ്ടായിരുന്നു. ബാങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അവിടെയുള്ള പരിശോധനകൾ സാഹചര്യങ്ങളൊക്കെ തന്നെ തേടി. അതിനുശേഷമാണ് ഇപ്പോൾ ആത്മവിശ്വാസം 100% പ്രകടിപ്പിക്കുകയാണ് പോലീസ്. ചില സൂചനകൾ ലഭ്യമായിരിക്കുന്നു. പ്രതി പോയ വഴി, ഓപ്പറേഷൻ്റെ മോഡ് സംബന്ധിച്ച് അതാണ് വളരെ പ്രധാനപ്പെട്ടതായി കൗതുകത്തോടുകൂടി നമുക്ക് കാണേണ്ടി വരുന്നത്. ബാങ്കിനുള്ളിലേക്ക് കടന്ന ശേഷം അവിടെ വിവിധ ബണ്ടിലുകളായി പണം ഉണ്ടായിരുന്നു. അതിൽ 3 ബണ്ടിൽ 5 ലക്ഷത്തിൻ്റെ 3 ബണ്ടിൽ മാത്രം എടുത്തിരിക്കുന്നു. അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ തന്നെ പണമുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ ആശ്ചര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട് ഈ മോഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബാങ്കിനെ കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാവുന്ന, അവിടെ എത്തി അതിൻ്റെ ഇടപാടുകളൊക്കെ മനസ്സിലാക്കി പരുവപ്പെട്ട ഒരു അന്തരീക്ഷം കണ്ട് മോഷണത്തിനായി എത്തിയ ഒരാളാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബാങ്കിനുള്ളിൽ ആർക്കെങ്കിലും ഇത് കാര്യത്തിൽ ഇൻഫർമേഷൻ ലീക്ക് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാറായിട്ടില്ല. അങ്ങനെ പറയുന്നേ ഇല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. അങ്ങനെ വല വിരിച്ചിരിക്കുകയാണ് പോലീസ്. വളരെ ലീഡ് ഇക്കാര്യത്തിൽ മോഷ്ടാവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്, മൂവ്മെൻറ്റ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്
ഈ സ്കൂട്ടർ കടന്നു പോയ വഴികളൊക്കെയും പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ആളാരാണെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നില്ല, അതിലേക്ക് എത്തിയിട്ടില്ല എന്ന സൂചനകളാണെന്ന് പറയുന്നത്. ഹിന്ദി സംസാരിക്കുന്നത് ഹിന്ദിക്കാരനാണെന്ന് ചോദിച്ചാൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല. മലയാളം അറിയാവുന്നവർക്കും ഹിന്ദി ഭാഷയിൽ വിദഗ്ധ മോഷണത്തിനൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഇത്തരം ഭാഷകൾ ഉപയോഗിച്ചേക്കാം. അങ്ങനെയൊക്കെയാണോ ഇനി എന്ന് ഏത് നിമിഷവും ഏറ്റവും സാധ്യമായ സമയത്തിനുള്ളിൽ ഇന്ന് തന്നെ പ്രതിയെ കുറിച്ചുള്ള കാര്യം അവതരിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കേരള പോലീസ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് സംസാരിച്ചത്.